നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നില്ല ഗിരിയേട്ട. നിങ്ങൾ മിനിമം അതെങ്കിലും ചെയ്യണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തില്ലെന്ന്, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സ്വാർത്ഥനാണ് മഹാലക്ഷ്മി അമ്മയുടെ മകൻ. ഇങ്ങനൊരു മകൻ ആ അമ്മയുടെ വയറ്റിൽ എങ്ങനെ ജനിച്ചു എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ കളഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോന്ന അവരാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നടന്ന ഒരു കാര്യത്തിന് നീ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവര് തന്നെയാണ് ആ അമ്മയെ അവിടുത്തെ തുരത്തി ഓടിച്ചത്. അവര് തന്നെയാണ് ഇത്രയും കാലവും ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കിയത്. അവര് തന്നെയാണ് ഇപ്പൊ അമ്മയെ കൊണ്ടുപോയത്. ആരാ മോളെ ഇതൊക്കെ ചെയ്തേ? എല്ലാത്തിനും കാരണക്കാരി അവരൊരാളാണ്, അനുരാധ. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല. അമ്മ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വാസം അല്ലെങ്കിൽ വേണ്ട. ദേ നിൽക്കുന്ന സ്വന്തം ഭാര്യ, അവരോട് ചോദിച്ചു നോക്ക്. അച്ഛമ്മയോട് ഞാൻ സംസാരിച്ചായിരുന്നു. അറിഞ്ഞ കാര്യങ്ങളെ സത്യം പറഞ്ഞ എന്നെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു ഗിരി. ആ വീട്ടില് ഗിരിയുടെ ചുറ്റിനും നിൽക്കുന്നവരിൽ അച്ഛമ്മയല്ലാതെ മറ്റൊരാളും നമ്മൾ കരുതുന്ന പോലെ അല്ല. മതി, നിർത്ത്. ആരെന്ത് പറഞ്ഞാലും എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയ ശേഷം എന്നെ നോക്കി വളർത്തി ഇത്ര എത്തിച്ചത് നിങ്ങൾ ഈ പറയുന്ന അനുരാധ എന്ന സ്ത്രീ തന്നെയാണ്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രസവിച്ച എന്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞു പോയതിന്റെ കുറവ് അറിയിക്കാതെയാ ആ അമ്മ എന്നെ വളർത്തിയത്. നിങ്ങൾ അവരിൽ ഈ ആരോപിക്കുന്നതൊന്നും സത്യമാവില്ല, ആവാൻ പറ്റില്ല. ഗിരി, ഇതൊന്നും വെറുതെ പറയുന്ന അല്ല. മഹാലക്ഷ്മി അമ്മ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒന്നും അല്ല കാര്യം. മറ്റെന്തൊക്കെയോ സത്യങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. സ്വന്തം അമ്മ എന്നെ കളഞ്ഞിട്ട് പോയതിന്റെ കുറവ് അറിയിക്കാതെ എന്നെ വളർത്തി വലുതാക്കിയ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനാരും ശ്രമിക്കണ്ട. എന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കളഞ്ഞിട്ട് പോയ ആ സ്ത്രീയെ എനിക്ക് കാണണം. എനിക്ക് അവരോട് സംസാരിക്കണം. അല്ലാതെ മറ്റാരും പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാർക്കോ അനാലിസിസ് ഇല്ല, ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ്, നുണ പരിശോധന, അത്രേ ഉള്ളൂ. നമ്മള് പാതി ജയിച്ചു എന്ന് പറയാൻ ചിറ്റപ്പ. നുണ പരിശോധനയിലൊക്കെ ഞാൻ എളുപ്പം ഊരിപ്പോരും. എന്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും ആർക്കും ഊഹിച്ചെടുക്കാൻ പറ്റില്ല. അതെനിക്ക് ജന്മനാ കിട്ടിയൊരു വരമാണ്. എവിടെ? എവിടെ? അവിടെ ആരുമില്ലടി. ഞാനേ നുണപരിശോധനയുടെ ഒരു സാമ്പിൾ നിനക്ക് പരിചയപ്പെടുത്തിയതാ. ഒരു ECG മിഷന്റെ സഹായമല്ലാതെ നിനക്ക് തന്നെ നിന്റെ ഹൃദയമെടുപ്പ് ഇപ്പോ അളന്നെടുക്കാം. എന്നുവെച്ചാ നമ്മൾ ചെയ്ത ക്രൈമുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ തന്നെ ആ കുറ്റകൃത്യത്തെ നമ്മളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ഉദാഹരണമായി രോഹിത്, പഞ്ചകൈലാസം, സൂയിസൈഡ് പോയിന്റ് എന്നിങ്ങനെയുള്ള വാക്കുകൾ തന്നെ നീ ചെയ്ത ക്രൈം നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. നീ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം നിന്റെ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും കൂട്ടും.
ശ്രീരഞ്ജനെ പോലെ സമർത്ഥയായ ഒരു പോലീസ് ഓഫീസർക്ക് നിന്നെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലടി. നുണ പരിശോധനയിൽ നീ തോറ്റാൽ അത് വെച്ച് അവർ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് കോടതിയിൽ നിന്ന് അനുമതി നേടും. നാർക്കോ ടെസ്റ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവില്ല നിനക്ക്. പിന്നെയുള്ള വഴി നേരെ ജയിലിലേക്കാണ്. കുഴപ്പമായോ ചിറ്റപ്പ? നുണപരിശോധന നൂരാൻ എന്തെങ്കിലും ഒരു വഴി ഞാനൊന്ന് ചകഞ്ഞു നോക്കട്ടെ. പിന്നെ മറ്റുള്ള മുമ്പ് വെച്ച് നീ എന്നെ ചിറ്റപ്പ കൊച്ചപ്പ എന്ന് വിളിക്കരുത്. ഞാൻ ഇവിടുത്തെ CI, നീ കേസിലെ ഒരു കക്ഷി, അത്രേ പാടുള്ളൂ ബന്ധം. അല്ലെ ആ ശ്രീരഞ്ജനി അടക്കമുള്ളവർ എന്നെ സംശയിക്കും. ഇല്ല ചിറ്റപ്പ, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ നുണപരിശോധന, നാർക്കോ അനാലിസിസ് എന്നിങ്ങനെ ഓരോന്നിനും മെനക്കണ എനിക്ക് വയ്യടി. ഞാൻ പിന്നെ ആരോട് സഹായം ചോദിക്കും ചിറ്റപ്പ? എടി സഹായിക്കില്ലെന്ന് അല്ലടി പറഞ്ഞത്. ഒറ്റ തവണ കൊണ്ട് നമുക്ക് കേസ് അങ്ങ് വിധിയാക്കാന്ന്. ലോകത്ത് ജീവിച്ചിരുന്നാലല്ലേ തെളിവ് നൽകാൻ വരൂ. എന്നാലല്ലേ നിനക്ക് ശിക്ഷ കിട്ടൂ. അതിപ്പോ ജീവിച്ചിരിപ്പില്ലെങ്കിലോ? ചിറ്റപ്പനല്ലേ പറഞ്ഞത് ചത്തവര് ചിലപ്പോ തിരിച്ചു വരുമെന്ന്. എങ്കിലവൻ രണ്ടാമത് ഒന്നുകൂടി ചാവേണ്ടി വരും. രക്ഷപ്പെട്ടിരിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പഞ്ചകൈലാസത്തിന്റെ അടിവാരത്തുള്ള സെറ്റിൽമെന്റ് കോളനിയിൽ അവനുണ്ടാവും. അവിടെ മനുഷ്യവാസമുള്ളൂ. ഈ സമയത്ത് മനുഷ്യരുടെ ആരെങ്കിലും സഹായമില്ലാതെ അവന് ജീവൻ പിടിച്ചു നിർത്താൻ ഒക്കില്ല. ചെറുവിരൽ തുമ്പിൽ ജീവന്റെ ഒരു തുടുപ്പുമായി അവൻ കുഴിയിൽ കിടക്കുകയാണെങ്കിൽ പോലും അവനെ അവിടുന്ന് തോണ്ടിയെടുത്ത് ആ തുടുപ്പങ്ങ് കെടുത്താൻ ശേഷിയുള്ള ഒരൊറ്റ കൊമ്പനെ അടിവാരം സെറ്റിൽമെന്റ് കോളനിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. പദവി കൊണ്ട് വെറും സിവിൽ പോലീസ് ഓഫീസറാ. പക്ഷേ 100 ക്രിമിനലുകളുടെ ബുദ്ധിയും ഒരു കാട്ടാനയുടെ കരുത്തുമുള്ള ബുള്ളറ്റ് വിജയൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാളിത് എടോ ആ വിജയനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോടോ. ഏത് വിജയനാ സാർ? ആ ബുള്ളറ്റ് വിജയനല്ലേ? ബുള്ളറ്റ് വിജയൻ? ഓ, അയാൾ നമ്മുടെ സ്റ്റേഷനിലല്ലോ സാറേ. അല്ല, സാറിന് എന്താ അയാളെ കൊണ്ട് ആവശ്യം? താൻ എന്തിനാടോ ഈ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ? സാർ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, താനൊന്നും കേട്ടിട്ടില്ല. മനസ്സിലായടോ? മനസ്സിലായി സാർ. എന്നാ പോ. വിളിച്ചാലും കിട്ടില്ല. നുണ പരിശോധനയിൽ നീ തോറ്റാൽ അത് വെച്ച് അവർ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് കോടതിയിൽ നിന്ന് അനുമതി നേടും. പിന്നെയുള്ള വഴി നേരെ ജയിലിലേക്ക്. ഇനിയിപ്പോ അതേ ഉള്ളൊരു വഴി. ഹലോ ബാലേട്ടാ. സുസ്മിത? ബാലേട്ടൻ എന്താ എന്നോട് പിണക്കാണോ? സുസ്മിതയല്ലേ എന്നോട് പിണങ്ങിയത്? ഉണ്ണി അർജയുടെയും ചന്തുവിന്റെയും കഥ പറഞ്ഞു. ആ, അത് ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതല്ലേ ബാലേട്ടാ. ബാലേട്ടൻ റേസിൽ വിജയിച്ചു വരുമെന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ആ മനക്കോട്ടയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണപ്പോ
ഞാനല്ലാതായി മാറി. അയ്യോ, ബാലേട്ടനോടൊപ്പമുള്ള ജീവിതം അത്രയ്ക്ക് കൊതിച്ചു പോയതുകൊണ്ടാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ. ക്ഷമിക്ക് ബാലേട്ടാ. അയ്യോ, ക്ഷമിക്കൂ സുസ്മിക്കുട്ടി. ഞാൻ സുസ്മിക്കുട്ടി തെറ്റിദ്ധരിച്ചു പോയി. ആ ആ, എന്നാലും കരിമ്പാറയുടെ മനസ്സാ കേട്ടോ. ഇത്ര നാളായിട്ട് എന്നൊന്നും വിളിച്ചു പോലുമില്ല. സോറി പറഞ്ഞില്ലേ സുസ്മിക്കുട്ടി? ഇനിയിപ്പോ അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യണ്ട. അതെല്ലാം മറന്ന് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. മനസ്സിലായില്ലേ സുസ്മിക്കുട്ടി? ആ, ബാലേട്ടൻ അന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ, നമുക്കൊരു റിസോർട്ടിൽ പോയി താമസിക്കാന്ന്. നമുക്കങ്ങ് വിട്ടാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നേരത്തിനും കാലത്തിനും ഭക്ഷണം ഉറക്കം കുറവല്ലേ? നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ? നോക്കട്ടെ, കുറവില്ലെങ്കിൽ പോവാം. കട്ടൻ കാപ്പി എന്തെങ്കിലും വേണോ? ഏയ്, ഇപ്പൊ വേണ്ട. വയറുവേദനയ്ക്കുള്ള മരുന്ന് തരട്ടെ? വേണ്ട, കുറച്ചിരുന്ന് കിടക്കട്ടെ. സച്ചേട്ടാ, സച്ചേട്ടാ, ദാ കാപ്പി കുടിക്ക. ഇത് കാപ്പിയല്ലല്ലോ. സാധാ കാപ്പി അല്ല സച്ചേട്ടാ, കഷായ കാപ്പിയാ. കഷായ കാപ്പിയോ? ഇതെന്തിനാ? ഇന്നലെ രാത്രി മൊത്തം സച്ചേട്ടന് വയറുവേദന കാരണം കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടതാ. ഇത് നല്ലതാ വയറുവേദനയ്ക്ക്. വയറുവേദന പമ്പ കിടക്കും. കുടിക്ക് തണുക്കുന്നതിന് മുമ്പ്. ഏയ്, ഇതൊന്നും വേണ്ട. ദാ, ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ആഹാ, അത് പറ്റില്ല. കുടിക്കണം. കുടിച്ചേ മതിയാവൂ. ഏയ്, എനിക്കിത് വേണ്ട. എന്നെ കൊണ്ടത് കുടിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇത്? ടാറ് കലക്കിയതോ? എന്തൊരു കായ്പാ അതിന്. സച്ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതിലേ കാപ്പിപ്പൊടി, ശർക്കര, ജാതിപ്പട്ട, കുരുമുളക്, തുളസി അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അത് നല്ലതുപോലെ കാച്ചിക്കുറുക്കി ഉണ്ടാക്കിയതാ ഇത്. ഇത് എന്റെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്നതാ. ഇത് കുടിച്ചാ സച്ചിന്റെ വയറുവേദനയെ വരില്ല. പ്ലീസ്, ഇത് കുടിക്കണം. കുടിക്ക. ഏയ്, എനിക്ക് വേണ്ട. എന്നാ നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനോട് പറയും. ഇന്നലെ രാത്രി മൊത്തം സച്ചേട്ടൻ വയറുവേദന കൊണ്ട് പൊളയായിരുന്നു എന്ന്. അപ്പൊ അച്ഛൻ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറയും, അല്ലെങ്കിൽ ഈ മരുന്ന് കുടിക്കാൻ പറയും. അതിലും നല്ലത് ആരും അറിയാതെ ഇത് കുടിക്കുന്നതല്ലേ. താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഒരു ബ്ലാക്ക് മെയിലിംഗും ഇല്ല. സച്ചേട്ടൻ ഒന്ന് കുടിച്ചാ മതി. കുടിക്ക. എങ്ങനെ ഈ പണ്ടാരം കുടിക്കുന്നേ? ആലോചിക്കാനേ വയ്യ. സച്ചേട്ടൻ ഇവിടെ ഇരുന്നേ. ഇനി കണ്ണടച്ചേ. വാതർക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ നീ പായസം ഉണ്ടാക്കിയതിരിക്കട്ടെ. അനുവാദം കൂടാതെ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. ഇത് മഹിക്ക് കൊടുക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ.
അവളുടെ ഒരു പായസം എവിടെയെങ്കിലും പോയിരുന്ന് നീ തന്നെ കുടിക്കടി. ശ്രീ മഹേശ്വര, ഈ നിവേദ്യം മഹിയേട്ടന് കൊടുക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്താലോചിച്ചോണ്ട് നിക്കുക? ഒന്നുമില്ല. ഓ ഇങ്ങനെ ഒരു സാധനം. ആ വാടാ, കേറിയിരിക്കെ. ഇരിക്കുന്നൊന്നുമില്ല. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? നിന്നെയും കൊണ്ട് കോടതിയിലേക്ക് പോകാനാ ഞാൻ വന്നത്. നിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം ഇന്നാണെന്ന് നീ മറന്നുപോയോ? ആ മറന്നിട്ടൊന്നുമില്ല, എന്തോ ഒരു ടെൻഷൻ. എന്തിനാടാ ടെൻഷൻ? ഞാനില്ലേ കൂടെ. പിന്നെ സത്യം നിന്നോടൊപ്പമായിരിക്കും. നീ തന്നെ ഈ കേസ് വിജയിക്കും മഹി. വക്കീലേ, ഈ കേസിന്റെ കാര്യത്തിനായി കോടതിയിൽ മുമ്പ് പോയിട്ടുള്ളപ്പോഴെല്ലാം ഇതാ ഇവന്റെ അവസ്ഥ. ആവശ്യമില്ലാത്ത ടെൻഷനാ. മഹി, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ ഈ കേസിന്റെ വക്കീൽ. പിന്നെ എന്തിനാ മോനെ നീ ടെൻഷൻ ആവുന്നേ? ഇവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് കോടതി എന്നോട് കരുണ കാണിക്കണമെന്നില്ലല്ലോ അമ്മേ. ഇന്ന് കോടതി വിധി പറയുമ്പോ അത് മഹേട്ടിനെതിരാവുന്ന മഹേട്ടിന്റെ പേടി. മോനെ, തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? തെറ്റിദ്ധാരണ കൊണ്ട് ചിലര് വിഷമിപ്പിച്ചേക്കാം. സത്യം പുറത്തു വരുമ്പോ ആ തെറ്റിദ്ധാരണ എല്ലാം മാറും മോനെ. കേസിന്റെ വിധി മഹിക്ക് അനുകൂലമാവുന്ന എന്റെ വിശ്വാസം. കാരണം മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ ഒരു കോടതിയും തയ്യാറാവില്ല. അവരുടെ വക്കീൽ അല്പം കുഴപ്പക്കാരനാണല്ലോ. അയാൾ ഇന്നേ ദിവസം മഹിക്കെതിരെ അനാവശ്യമായ മറ്റേതെങ്കിലും ആരോപണമായിട്ട് വരൂ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കോടതിക്ക് മുന്നിൽ നിലനിൽക്കില്ല. കോടതിക്ക് ആവശ്യം തെളിവും സാക്ഷികളുമാണ്. ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അടുത്തു വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കാൻ വയ്യ. വിഷമിക്കാതടാ, ഇതിനെല്ലാം ഇന്നത്തോടെ പരിഹാരം ഉണ്ടാവും. നീ കോടതിയിലേക്ക് പോകാൻ റെഡിയാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ചെല്ലടാ. വക്കീലെ, മഹേട്ടനെ കോടതി ഇന്ന് ശിക്ഷിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? മഹി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗരിയുടെ മരണത്തിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ആ സത്യം എന്നെങ്കിലും പുറത്തു വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യം എന്നോട് പറയാൻ തയ്യാറായോ? ഞാൻ ഈ അവസ്ഥയിൽ പെട്ടിട്ട് പോലും. കഴുത്തിൽ താലി അണിഞ്ഞ് നടക്കുന്നവർക്ക് ഭർത്താവ് ആരാണെന്ന് എന്നോട് പറയാൻ പറ്റുന്നില്ല. അയാളെ കണ്ടെത്തി ഇവൾക്കൊരു ജീവിതം സമ്മാനിക്കാനുള്ള എന്റെ ഊട്ട ഇവിടെ എത്തി. ഇനി എന്താ രാജു ഇവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാനുള്ളത്? ഒറ്റപ്പെട്ടു പോകുമ്പോഴാ നമുക്ക് ചുറ്റുമുള്ളവര് നമ്മളും ശ്രദ്ധിച്ചു പോകുന്നത്. ഞാൻ വലിയ വിഡ്ഢിയായിപ്പോയി. ആരുടെയും മനസ്സറിയാൻ കഴിയാതെ പോയ വിഡ്ഢി. അതറിയാതെ അവർക്കൊരു സ്നേഹം നൽകി. എന്റെ അമ്മയോട് ഞാൻ ഇവൾക്ക് വേണ്ടി എത്രയോ വട്ടം വഴക്കിട്ടിട്ടുണ്ട്. അനുഭവം കൊണ്ട് നീ പഠിക്കൂന്ന് അമ്മ പറയുമ്പോ ഞാൻ അമ്മയെ പരിഹസിച്ചു. എന്റെ അമ്മയാണ് ശരിയെന്ന് അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചു. അപ്പോഴേക്കും എനിക്കെന്റെ ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ഞാൻ പുറന്തള്ളപ്പെട്ടു. ഇനി ഒരു സ്നേഹത്തെ ഞാൻ വിശ്വസിക്കില്ല.
എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല രാജോട്ട. ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും സത്യം. ഞാൻ എന്ത് ചെയ്യും? ചേച്ചിയുടെ മുന്നിൽ അപരാധിയെ പോലെ നിൽക്കാനല്ലേ എനിക്ക് കഴിയൂ. നമുക്ക് എന്ത് ചെയ്യാനാവും? നിന്റെ വിധി മറ്റൊന്നായിപ്പോയി. ചേച്ചി ഇങ്ങനൊരു അവസ്ഥയിൽ ഇട്ടിട്ട് പോവാൻ മനസ്സ് അനുവദിക്കാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഈ അവഗണന സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. ചേച്ചി എഴുന്നേറ്റ് നിൽക്കുന്നതൊന്ന് കണ്ടാ മാത്രം മതി എനിക്ക്. ചേച്ചി ഇത്രയും വേദനയോടെ പറയണമെങ്കിൽ എന്താണ് മനസ്സിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം അറിഞ്ഞല്ല അമ്മു സ്വാതി നിന്നോട് അകൽച്ച കാണിക്കുന്നത്. സ്വാതിയുടെ മനസ്സിൽ മറ്റെന്തോ കരട് വീണിട്ടുണ്ട്. അതെന്താന്ന് നീ ചോദിച്ചറിയണം. കുറച്ച് സംസാരിച്ചു കഴിയുമ്പോൾ സ്വാതി അത് പറഞ്ഞു പോവും. നീ കാരണം സ്വാതിക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയണമെങ്കിൽ വലിയ എന്തോ തെറ്റിദ്ധാരണ സ്വാതിയെ പിടിച്ചൊലച്ചിട്ടുണ്ട്. അതറിയാതെ നീയും സ്വാതിയും വേദനിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സ്വാതിയുടെ ഇപ്പോഴത്തെ മനോനിലൊന്ന് മാറട്ടെ. അവൾ റൂമിലേക്ക് പോകുമ്പോൾ നീ അങ്ങോട്ട് ചെല്ല്. അവൾ കാര്യങ്ങൾ നിന്നോട് തുറന്ന് പറയുക തന്നെ ചെയ്യും. നിനക്ക് ചിലപ്പോൾ തിരുത്താനും കഴിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയുടെ കാര്യത്തില് നിനക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ചായ കുറച്ചുനേരം ചായ ആയിട്ട് നിൽക്കാൻ നിനക്ക് പറ്റില്ലടി. നീ എവിടെ നിൽക്ക്. നിനക്ക് പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ കമ്പനി തകർന്നു പോകാതിരിക്കാൻ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. അതിനാരുടെയും പുറംപൂച്ച് തുറന്നു കാണിക്കാൻ എനിക്കൊരു മടിയുമില്ല. എന്നെ കൊണ്ട് ചിലതൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത് സഞ്ജു. നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? നീ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ വിവേകമാണ് കാണിക്കേണ്ടത്. പ്രശ്നം നിനക്കാ, എനിക്കല്ല. നീ ചോദിക്കേണ്ടത് എന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്നാ. നീ നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വാ. അതുവരെ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഭരണം ഞാൻ നോക്കിക്കോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? MDയുടെ കസേര നീ ഇങ്ങ് ഒഴിഞ്ഞു തന്നേക്കാൻ. അവിടെ ഇരിക്കാൻ നീ യോഗ്യനല്ല എന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. കുറച്ച് പാകതയും പക്വതയൊക്കെ വരുമ്പോ ഞാൻ നിനക്കത് റിട്ടേൺ ചെയ്യാം. ചായ താടി. ചായ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വൈകിയെന്നല്ലേടി നീ ഈ ധിക്കാരം കാണിച്ചത്? ആരുടെ ധൈര്യത്തിലടി നീ ഇത് ചെയ്ത്? കവിത ചേച്ചി വാങ്ങാഞ്ഞിട്ടല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഞാൻ ചായ കുടിക്കരുതെന്ന് കരുതിയല്ലേ നീ ഈ അഹങ്കാരം കാണിച്ചത്? എന്താ എന്താ അമ്മു? ചായക്കപ്പ് താഴെ വീണോ? വീണതാണോ ഇട്ടതാണോ എന്നൊക്കെ ചോദിക്കേ. സഞ്ജു കണ്ടോണ്ട് നിൽക്കല്ലേ? ഇവൻ എന്താ പറയുന്നെന്ന് ഞാനൊന്ന് കേക്കട്ടെ. അമ്മു മാറി നിൽക്ക്, ഞാൻ വൃത്തിയാക്കാം. ഹലോ, എന്തിന്? അത് ചെയ്തവള് തന്നെ ക്ലീൻ ചെയ്യണം. കൊടുക്കട അവളുടെ കയ്യില്. ഇവള് തന്നെ ഇതൊക്കെ വൃത്തിയാക്കണം. ഹലോ, എന്താടി നോക്കി നിൽക്കുന്നേ? അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്ക.
തുടക്കടി. ഹാ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശബ്ദം പുറത്തു വരില്ലെന്നേ ഉള്ളൂ. കണ്ണി നോക്കിയാ ഗോപിയേട്ടന്റെ മനസ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ എന്തിനാ എല്ലാവരും ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നേ? മനസ്സുള്ളവര് വിശ്വസിച്ചാ മതിയെന്നേ. അച്ഛാ, ഈ വീട്ടിലെ മരുമോളായിട്ട് വരുന്നതേ പാർവതി ആയിരിക്കുമെന്ന് ഗായത്രി അമ്മയ്ക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡ്രസ് കണ്ടില്ലേ? അളവെടുത്ത് തയ്പ്പിച്ചതുപോലെയുണ്ട്. ഓർണമെന്റ്സും എല്ലാം പാർവതിക്ക് മാച്ചാ. ഓർണമെന്റ്സ് മുഴുവനൊന്നും ഇട്ടിട്ടില്ല. ഇടാനേ പാർവതി ഒട്ടും സമ്മതിച്ചില്ല. ഇവൾക്ക് എന്തോ ഒരു ചമ്മല് പോലെ. അച്ഛൻ പറ, ഗായത്രിയമ്മയെ പോലെ തന്നെയുണ്ടോ? വിശാൽ ബ്രോ പറ, ഗായത്രിയമ്മയെ പോലെ ഉണ്ടോ? പാർവതിയെ പോലെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സാക്ഷാൽ പാർവതി ദേവിയെ പോലെ. ആ, എന്താ ഐശ്വര്യം, എന്താ തേജസ്. ചെറിയമ്മേ, പാർവതിക്ക് കണ്ണുകിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല. ഞാനേ ഉപ്പും മുളകൊഴിഞ്ഞ് അടുപ്പിലിട്ടോളാം. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തോന്നതാ. സൗന്ദര്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തിക്കൊടുക്ക്. അതിൽ 4 മാർക്ക് കിട്ടിയാലായി. അവരുടെ മുന്നിലേ നിന്നെ നിർത്തിക്കൊടുക്കാം. 0ത്തേക്കാൾ മികച്ചത് 4 തന്നെയാണല്ലോ. ചെറിയമ്മേ, അസൂയക്കും കുശുമ്പിനും ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? എനിക്ക് അസൂയോ? ഈ കോലം കെട്ടല് കണ്ടിട്ടോ? സുശീലേന്റി, എന്റെ വീട്ടിലും ജോലിക്കാരികളുണ്ട്. വീട്ടുകാര് സംസാരിക്കുന്നിടത്തേക്ക് എത്തി നോക്കാൻ പോലും അവർക്കാർക്കും അവകാശമില്ല. പക്ഷേ ഈ വീട്ടിലും വീട്ടുകാരെക്കാളും മുകളിലാ ജോലിക്കാരിയുടെ സ്ഥാനം. അതിന്റെ ആവശ്യമുണ്ടോന്ന് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വയ്യാതെ കിടക്കുന്ന ഒരാൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഗാർഗി രാധിക്ക് അത് സാധിച്ചു കൊടുത്തു. നല്ല കാര്യം. ഗോപിയേട്ടന്റെ ആഗ്രഹം നടന്നില്ലേ? മതി, ഇനി നീ പോയി നിന്റെ വസ്ത്രം ഇട്. ചെല്ല, അടുക്കളക്കാരിയുടെ വേഷം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആശുപത്രിയിൽ നിന്ന് വിശാല തിരിച്ചെത്തിയതേ ഉള്ളൂ. വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് മിസ്റ്റർ ഗോപിനാഥ് പറയട്ടെ. മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്.
മിസ്റ്റർ ഗോപിനാഥ് എന്താ ഒരു മറുപടി പറയാത്തത്? എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അതെ, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ വിവാഹത്തെക്കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞാ പോരെ? മതി. എനിക്കൊരു ഉറപ്പ് കിട്ടണം. ഞാൻ ഉറപ്പ് നൽകുന്നു. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുങ്ങി വന്നതാ എന്റെ മകള്. അതുപോലെ ആകരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിവാഹം നടക്കും. വിശാൽ, നീ എന്തേ പറയുന്നേ? വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളൂ. രാധിക ഇടയിൽ കയറി സംസാരിക്കണ്ട. ജാസ്മിന് വേണ്ടി നിങ്ങളൊക്കെയല്ലേ സംസാരിക്കുന്നേ? അപ്പോ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം. വിശാൽ, നീ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു വാക്ക് കൊടുക്കരുത്. വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ? അത് ജാസ്മിന്റെ ആ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. വിവാഹം നടക്കും. വിശാൽ, അതുവരെ ജാസ്മിന് ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. വിശാൽ ബ്രോ, പാർവതി മറന്നുകൊണ്ട് വാക്ക് നൽകല്ലേ. പാവം കിട്ടും. ഈ വിശാൽ ഗോപിനാഥിന് വാക്കൊന്നേ ഉള്ളൂ അങ്കിൾ. ജാസ്മിനെ വിവാഹ വേഷത്തിൽ അങ്കിളിനെ കാണാൻ കഴിയും. പക്ഷേ അതിന് ഒരു മാസത്തെ സാവകാശം തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട, തുടരുത്. മാറി നിൽക്ക. വേണ്ട വേണ്ട ശ്യാമേ, പറയുന്ന കേക്ക് ശ്യാമേ, വേണ്ട. സാർ അടുത്തേക്ക് വരരുത്. കർപ്പൂരം തട്ടിക്കളയരുത്. അങ്ങനെ ചെയ്താ എനിക്ക് എന്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ചെയ്യരുത്. വേണ്ട ശ്യാമേ, ചെയ്യരുത് ശ്യാമേ. എനിക്കിത് പൂർത്തിയാക്കണം. എന്നാലേ സമാധാനം കിട്ടും. സാർ എന്നെ തടയരുത്. ഇതെന്റെ അപേക്ഷയാണ്. ശ്യാമേ, വേണ്ട ശ്യാമേ. ശ്യാമേ, 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 എന്താ പറ്റിയ ശ്യാമേ? ശ്യാമേ, 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 കണ്ണൂർക്ക്. ശ്യാമേ, കരയാതെ ശ്യാമേ, ശ്യാമേ.
ഇതിനാ കരയുന്ന ശ്യാമേ? ശ്യാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, സർ, എടോ, ഇത് അമ്പലോ? ഈ കടങ്ങളൊക്കെ എങ്ങനെയാ സാർ ഞാൻ തീർക്കുന്നത്? എനിക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന് പൂജകളൊക്കെ നടത്തുന്നു. തനിക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നടത്തിയത്. അവൾ ഇന്ന് വലിയൊരു കമ്പനിയുടെ പ്രധാന ഉദ്യോഗത്തിൽ കയറുക. അവളൊരു പാവെന്ന് വെച്ചാ പഞ്ചപാവം. ആ പാവത്തിന് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ എനിക്ക് വേണ്ടിയാ. അവളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. എടോ, അങ്ങനെയുള്ള തനിക്ക് വേണ്ടി വഴിപാട് നടത്തിയാൽ പുണ്യം കിട്ടുന്നത് എനിക്കല്ലടോ. ഡോടോ, അമ്പലത്തിൽ വന്നിട്ട് എന്നെ തൊഴുന്നോ? ദൈവം ദേ അവിടെ. സാർ എനിക്കൊരു ദൈവം തന്നെയാ. സാറിനെ തൊഴുന്ന എന്തിനാന്ന് ആ ദൈവത്തിന് മനസ്സിലാവും. സത്യത്തിൽ തനിക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് വെച്ചാ ഞാൻ അമ്പലത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ. പക്ഷേ തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ പിന്നീട് ഉറപ്പിച്ചു. ഒറ്റയ്ക്ക് വന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചേ? അത് പറയില്ല. അത് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. പ്ലീസ് സർ, എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹ. അതുകൊണ്ട് ചോദിച്ചതാ. അമ്പലത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നതേ രഹസ്യമായിട്ടാ, പറയാൻ പാടില്ല. എങ്കിതേ ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ പറഞ്ഞാ മതി എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താന്ന്. ഇതാണ് പ്രാർത്ഥിച്ചത്. വാ, നമുക്ക് ഒന്നിച്ചു പോയി തൊഴുതിട്ട് വരാം. ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് സാർ. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഏറ്റവും ഐശ്വര്യമുള്ളൊരു ചെടി നട്ട് നനയ്ക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കുഞ്ഞുനാൾ മുതലേ എനിക്ക് പ്രിയപ്പെട്ടതാ സാർ ഈ ചെമ്പരത്തി. ചെടിയും പൂവും ഒക്കെ എനിക്കിഷ്ടാ. തന്റെ ഇഷ്ടങ്ങളൊക്കെ എന്റെ ഇഷ്ടങ്ങളായതുകൊണ്ട് എനിക്കും പ്രിയപ്പെട്ടതാടോ ഈ പൂവ്. എന്തായാലും എന്റെ ഭാര്യ ഓഫീസിൽ പുതിയൊരു പദവിയിൽ കയറുന്ന എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്നും ഈ ചെടി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വെള്ളം ഒഴിക്കണ്ടേ? എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഈ ഉത്രട്ടാതി വള്ളംകളി ഇപ്പൊ അവസാനിക്കോ? അയ്യോ, അറിയില്ലല്ലോ. എന്തുപറ്റി? ഒന്ന് കാണാനാ. ഈ നാട്ടിലെ ഉത്സവല്ലേ. ചിലപ്പോ അമ്മാവനറിയായിരിക്കും. സുഭദ്ര ഇരിക്ക, ഞാനിപ്പോ ഒന്ന് ചോദിച്ചിട്ട് വരാം. ശരി. അമ്മാവ, ഇങ്ങ വന്നേ. എന്താ മോനെ, എന്താ തിരികെ വന്നത്? എന്തെങ്കിലും മറന്നുപോയോ? മറന്നു.
ഞാനല്ല, താൻ തന്റെ നില മറന്നു. അതൊന്ന് ഓർമ്മപ്പെടുത്താനാ തിരികെ വന്നത്. തന്റെ ആഗ്രഹം കൊള്ളാം. മകനെ കൊണ്ട് തൃപ്പങ്ങോട്ട് പെൺകുട്ടിയെ പ്രേമിപ്പിക്കുക, അതുവഴി അവിടെ കയറി പറ്റുക, സ്വത്ത് തട്ടിയെടുത്ത് ജീവിക്കുക. ഇതിനെ വിളിക്കേണ്ടത് ആഗ്രഹമൊന്നല്ല, അത്യാഗ്രഹമെന്ന. അത്യാർത്തിയെന്നും പറയും. അയ്യോ മോനെ, ഞാൻ കൊള്ളക്കിളവ മോനെന്നോ? ആരുടെ മോൻ? ഇനി താൻ എന്നെ അങ്ങനെ വിളിച്ചാൽ തന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇവിടെ വച്ച് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ പറയുക, തൃപ്പങ്ങോട്ട് വാസുദേവൻ അല്ല ഈ മേഘനാഥൻ. നാളെ ഞാൻ തീരുമാനിക്കും ആ തറവാട്ടിൽ ആരാരെ വിവാഹം കഴിക്കണമെന്ന്. അല്ലാതെ എവിടെയോ കിടക്കുന്ന താനും തന്റെ മകനും അല്ല. സുഭദ്ര എന്തെങ്കിലും വകതിരിവില്ലാതെ പറഞ്ഞു എന്ന് വെച്ച് താൻ ഈ കല്യാണവും സ്വപ്നം കണ്ട അങ്ങോട്ട് വന്നാൽ ഈ കൊച്ചു കൂരയെ ഇടിച്ച് നിരത്തി നിന്നെയൊക്കെ ഇതിനകത്തിട്ട് പൊതച്ച് കിടത്തും ഈ മേഘനാഥൻ. പിന്നെ തന്റെ പൊന്നു മോനോട് പറഞ്ഞേക്കണം, ഇനി മേലാൽ തൃപ്പങ്ങോട്ടെ പെൺകുട്ടിയുടെ പുറകെ നടക്കരുതെന്ന്. നാളെ മുതൽ അങ്ങനെ സംഭവിച്ചാൽ ആ മകനെ പിന്നെ നീ കണ്ടുവെന്ന് വരില്ല. കോട്ടയ്ക്കൽ ദേശത്ത് നിന്റെ ആളുകളെത്തും. അവന്റെ കയ്യും കാലും വെട്ടി കായലിലോ കാട്ടിലോ വലിച്ചെറിയാൻ. ഇപ്പൊ ഇവിടെ നടന്നത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. രണ്ടുപേരെ അറിയൂ. മൂന്നാമതൊരു ചെവി അറിഞ്ഞാൽ മനസ്സിലായോടോ? ചന്ദ്രമോഹൻ അമ്മാവ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞെ, അമ്മയും അദ്ദേഹവും മടങ്ങി വന്നില്ലേ? സമയം കുറെ ആയല്ലോ പോയിട്ട്. അവര് കുറെ മുമ്പേ വന്നല്ലോ കുഞ്ഞെ. ഞാൻ ദൂരെ നിന്ന് കണ്ടതാ. അവര് വക്കീൽ അദ്ദേഹവും മോനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. വക്കീൽ അദ്ദേഹമോ? ആര്? പത്മനാഭൻ അമ്മാവൻ വന്നിരുന്നോ ഇവിടെ? വന്നുടനെ പോവുകയും ചെയ്തു. പോയോ? എന്നെ കാണാതെയോ? ഷടാ, അത് സാധാരണ അല്ലല്ലോ. അതും വേണുഗോപാലുമായിട്ട്. അവര് വന്നത് എന്നെ കാണാനാ. ഞാൻ ചോദിച്ചത് സുഭദ്രയെ കാണുന്നില്ലെന്ന്. അപ്പോഴെന്തോ അത്യാവശ്യ കേസ് വിളിക്കും കോടതിയിലെന്നും പറഞ്ഞ് ധൃതിയിൽ പോയതാ. എന്ത് ധൃതിയായാലെന്താ? ഇവിടെ വരെ വന്നിട്ട്. അല്ല, എന്താ ഇപ്പൊ ഈ ധൃതിക്കിടയിൽ ഇദ്ദേഹത്തെ കാണാൻ വരാൻ? അത് പിന്നെ അമ്പലത്തിലെ ചില കണക്കുകൾ, അതിലെന്തോ ചില സംശയമുണ്ടെന്നാ പറഞ്ഞത്. അവിടത്തെ കാര്യസ്ഥന്മാരിൽ തന്നെ ചില അമ്പലവിഴുങ്ങികളുണ്ടോ എന്നൊരു സംശയം. ആണോ? എന്റെ ഈശ്വര, അച്ഛനുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഈ കള്ളത്തരം കാണിക്കുന്നവരെയും സ്വത്ത് തട്ടിയെടുക്കുന്നവരെയും അപ്പൊ തന്നെ ചവിട്ടി നിലത്തിടും എന്റെ അച്ഛൻ. അത് സ്വന്തം രക്തബന്ധമായാലും അതങ്ങനെ ചെയ്യൂ. എന്ന് പറഞ്ഞ വാസു അമ്മാവനെ പോലെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ സുഭദ്ര കുറ്റപ്പെടുത്തുന്നത്? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിലും ഇദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവില്ലെന്നേ. കോട്ടക്കലുകാരനല്ലേ?
ഈ തൃപ്പങ്കോട്ടെ സമ്പ്രദായങ്ങള് വേറെയാ. സാരമില്ല, ഞാൻ തന്നെ നേരിട്ടൊന്ന് ഇടപെടേണ്ടി വരും. ചിരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് പിൻകഴുത്തില് കത്തിവെക്കുന്ന ചിലരില്ലേ, അവരെ ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിച്ചോളൂ. ഈ സുഭദ്ര കളരിയിൽ പോയിട്ടുള്ളത് അഭ്യാസം പഠിക്കാൻ മാത്രമല്ല, ചില വഞ്ചകന്മാരായ അഭ്യാസികളെ തിരിച്ചറിഞ്ഞ് അരിഞ്ഞിടാൻ കൂടിയാ. അതാരാ ഏതാന്ന് ഇദ്ദേഹവും താമസിയാതെ മനസ്സിലാക്കും. അപ്പോഴേ മാലോകര് തിരിച്ചറിയൂ ഈ തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്. ആ പറഞ്ഞതിലൊരു മുള്ളുമുനയുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് തകർക്കേണ്ട സമയമായി എന്നർത്ഥം. അതിന് പറ്റിയത് വാളും കഠാരയൊന്നുമല്ല, മറ്റു ചില ഒറ്റമൂലികളാ. ഒരു മനുഷ്യനും പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാകാത്തത്ര കടുത്ത ഒറ്റമൂലികൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? അയ്യോ, എന്നാ ഷഹീന, നീ പറഞ്ഞത് തെറ്റുണ്ടോ കൊച്ചേ? ഈ തെറ്റ് തന്നെ എത്ര തവണ വന്നിട്ടുണ്ടെന്നറിയാവോ? ഉമ്മ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, നീ പറഞ്ഞത് തെറ്റുണ്ട്, നീ ഒന്നുകൂടെ പറഞ്ഞു. അക്ക, അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? രണ്ടും തപ്പുതാ. രണ്ടും തപ്പാണോ? അയ്യോ, നീ എന്ത് തെറ്റാ ചെയ്തേ? ഉമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്പിളിപോനുമായിട്ട് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ പൊന്നുമ്മ, അമ്പിളിക്കായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഒന്നും പറ്റിയില്ല. പഠിച്ചോലും ഞാൻ ഒരു ക്രിസ്ത്യാനി അത് കുമ്പസരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഈ കുമ്പസരിക്കാൻ വേണ്ടിട്ട് നീ ഇപ്പൊ മതം മാറുകയൊന്നും വേണ്ട. ഞാൻ അച്ഛനാന്ന് വിചാരിച്ച് നീ എന്നോട് അങ്ങ് കുമ്പസരിച്ചു. ഉമ്മയോട് പറയുന്നതിലും ഭേദവേ ഞാനൊരു മൈക്ക് സെറ്റ് വെച്ച് അങ്ങ് വിളിച്ചു പറയുന്നതാ. അപ്പൊ എന്താ നീ പറഞ്ഞു വന്നത്? നിന്റെ ഉമ്മ നാട് നീളെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളാന്ന് അല്ലേ? എടി, നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ മരതകം, ഈ മരതകത്തെ കുറിച്ച് നീ എന്തെല്ലാം കുറ്റങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മരതകത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഷാഹിന, എന്നെ കുറിച്ച് നീ കുറ്റം പറഞ്ഞ? ഇല്ലൊക്കെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ ഉമ്മ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ. അല്ലല്ല സുലുത്ത, ഇവൾ എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞത്? ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഇനി എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം ഞാൻ അങ്ങനൊരു ടൈപ്പാ. ഇനി പറ, നിനക്ക് എന്താ? എനിക്കൊന്നുമില്ല ഉമ്മ, സത്യമായിട്ടും പറയുക. എന്താ മോളെ, എന്താ കാര്യമെന്ന് പറ. എന്റെ പൊന്നുമ്മ, സത്യമായിട്ട് ഒന്നുമില്ല. ഞാനൊരു അബദ്ധത്തിൽ അക്കയോടൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വിട്ടേക്ക് കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിലൊന്നുമില്ലേ? എന്റെ ഉമ്മ ഇല്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഉമ്മ വിശ്വസിക്കുവാന്നേ. സാറാമ്മ. അയ്യോ അയ്യോന്ന് അയ്യോന്നല്ല, ഹായ് സാറാമ്മന്ന്. ഷാഹിന, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അമ്മയോട് എനിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആഹാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? എന്നാ പിന്നെ കേക്കട്ടെ. ചൊല്ലുങ്ക. എന്ത്? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചൊല്ലുങ്ക. ഷാഹിന, ഉമ്മ, അക്കനെ കൂട്ടിക്കൊണ്ട് ഉമ്മ പൊക്കോ. അതിപ്പോ മരതകം വേണേ പൊയ്ക്കോ, ഞാനിവിടെ കേക്കട്ടെ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, എനിക്കതൊന്ന് കേൾക്കണമല്ലോ. അതെ, എനിക്കും കേൾക്കണം. എന്നാ പിന്നെ ഷാഹിന, നീങ്ങ വാ, നമുക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാം. ഉമ്മ പറയുന്ന ഒന്ന് കേക്കിച്ചല്ലേ രണ്ടുപേരും കൂടെ. എന്താ നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ കേട്ടാല്? കേക്കണ്ട. ആഹാ, എന്നാ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന രഹസ്യം എന്തെങ്കിലും ഒരിക്കൽ എന്റെ ചെവിയിലെത്തും. അന്ന് ഞാനിതൊക്കെ പരസ്യമാക്കിക്കളയും. അതുകൊണ്ട് തന്നെ ഉമ്മയോട് പറയാത്തെ. നിങ്ങളുടെ ഈ ഉണങ്ങിയ രഹസ്യം ഞങ്ങൾക്ക് കേക്കണ്ട. മരതകം, നമുക്ക് അവിടെ പോയിരുന്ന ആരെങ്കിലും രഹസ്യം പറയാം. പാപ്പാ ഓ, കേക്കണ്ട. നമ്മള് മാറി രഹസ്യം, രഹസ്യം പൊളിഞ്ഞു പോവും. അമ്മായി, അമ്മായി, ഞാൻ പറയാമെന്ന. നീ ഒന്നും പറയണ്ട. ആട്ടുംതോലിട്ട ചെന്നായി ആരാന്ന് എനിക്ക് മനസ്സിലായടി. അമ്മായി, അത് പിന്നെ ഞാൻ. എന്നാലും ആ കുമാരി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുമാരിയേച്ചി? അതെ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. പോലീസ് വരുന്ന വിവരം നമ്മൾ 3 പേരും കൂടി ഇരുന്നപ്പോഴാണ് ചർച്ച ചെയ്തത്. അന്നേ കുമാരിയുടെ ഓവർ ആക്ടിങ് കണ്ടപ്പം എനിക്ക് നല്ല ഡൗട്ട് അടിച്ചതാ.
പക്ഷേ ഇങ്ങനെ പുറയുന്ന കൊത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറമ്മ കുമാരിയേച്ചി രാധാലക്ഷ്മിയുടെ ചാര കുമാരിയാണ്. ഷീസ് ദ സ്പൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.